അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പ്രവാചകനെ വിശേഷിപ്പിച്ചപ്പോൾ രണ്ട് രൂപത്തിലാണ് വിശേഷിപ്പിച്ചത്. സൂറത്തു ഖലമിലെ 4-ാം വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, തീർച്ചയായും നിനക്ക് ഏറ്റവും പരിശുദ്ധമായ ഏറ്റവും ഉതകുന്ന സ്വഭാവമാണ് നിനക്ക് നൽകിയിട്ടുള്ളത്. മറ്റൊരിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയുണ്ടായി. സൂറത്തുൽ അഹ്സാബിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, സഹാബാക്കളെ നിങ്ങൾക്ക് പ്രവാചകനിൽ ഏറ്റവും മാതൃകയായ ഒരു സ്വഭാവമുണ്ട്, മാതൃകയായ ഒരു രൂപമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആഗ്രഹിക്കുന്നവർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടണമെന്ന് വിചാരിക്കുന്നവർ, പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ വരണമെന്ന് വിചാരിക്കുന്നവർ, അല്ലാഹുവിനെ കുറിച്ച് ധാരാളം ഓർക്കുന്നവർക്ക് ഏറ്റവും മാതൃകമായ സ്വഭാവമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. ആ പ്രവാചകനെ അടുത്തറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ടാവും. പ്രവാചകന്റെ ഓരോ ശൈലികളും പിൻപറ്റാൻ നമുക്ക് പ്രേരണയാകുന്നത് അങ്ങനെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്തത് ഒഴിവാക്കാൻ പ്രേരണയാകുന്നത് അതുകൊണ്ടാണ്. ബിദ്അത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള കാരണം എന്താണ്? പ്രവാചകനെ അടുത്തറിയാത്തത് കൊണ്ടാണ്, പ്രവാചകനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രവാചകന്റെ സ്വഭാവ സവിശേഷതകൾ കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകന്റെ ധാരാളം സ്വഭാവ സവിശേഷതകൾ സഹാബാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്.